ഹേ ഗൈസ്, നമ്മളിന്ന് സൂരജ് ആൻഡ് മിഥുൻ ഇവരുടെ സ്കൂളിൽ ഓണപ്പരിപാടിക്ക് പോകുകയാണ് ഗൈസ്. പയ്യന്മാരൊക്കെ ഇവിടെ എന്തൊക്കെയോ വായി തുറന്ന് ഇപ്പോട്ട് കെട്ടുകയച്ചു. ഉത്സവം ഇവിടെ ഇത് ഉത്സവം. ഹായ് ബ്രോ, എന്താ പേര്? ഇവന്റെ പേര് സച്ചൊന്നുമില്ലേ? രണ്ട് പേര് പോട്ട് ഇട്ടേക്ക് അത് അവിടുന്ന് പോയി. വാ, ഓണപ്പരിപാടിയൊക്കെ ഇല്ലേ? ഹാപ്പിയാണോ? ഇതൊക്കെ ഓർമ്മകളാണ് നമ്മളിങ്ങനെ സൂക്ഷിക്കാൻ. മറക്കട്ടെ ഓർമ്മകൾ. വലിയ ചർച്ചകൾ നടക്കുകയാണ്. എനിക്ക് എന്താ അവതരിപ്പെടുത്തുക? ഇതൊക്കെ ആരുടെ ഇതൊക്കെ കൊടിയൊക്കെ ഉണ്ടോ? ഇത്ര സ്ഥലമില്ല. ഇതിന് ശബരിയാണ് മെയിൻ. ശബരിയെ പറ്റി എന്താണ് അഭിപ്രായം? എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാൻ എന്നാലും നമുക്കത് റീച്ച് കിട്ടത്തുള്ളൂ. എത്ര ക്ലാസ്സിലോടി പോയി? അല്ല പോയി. പെരുമഴയാണ് ഗൈസ്. മേഘങ്ങൾ മേഘാവൃതമായൊരു പുലരിയിൽ എല്ലാ വേട്ടാവളിയന്മാരും ഉണ്ട്. എന്തോ ഇവിടെ നിൽക്കുന്ന ഒറ്റയ്ക്കുന്നത് കയറ്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? നല്ല മുടിയാണല്ലേ? ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? കാര്യമായിട്ട് വെച്ചേ. ആ എത്ര രൂപ? ശരി. എത്ര പ്ലസ് ആണോ? സ്കൂളിൽ. എന്നാലും കുഴപ്പമില്ല, കയറിയോ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? വീഡിയോക്കെ എടുക്കുന്നുണ്ട്, പേടിക്കണ്ട. 2-3 സ്റ്റെപ്പ് ഇട്. ഭാവി രക്ഷ. നീ ക്ലീൻ ഹിറ്റാണ്. നീ താല്പര്യമില്ല, ധൈര്യമായിട്ടോ. ഒരു വിഷയമല്ല ഓണം. എന്ത് കുന്തടിപ്പ് കാണിക്കുന്നു അല്ലേടാ? അല്ലേ? ലൈസൻസ് ടു കിൽ. ശബരി ഇപ്പം എന്ത് പ്രശ്നം? ലാഗ് എന്ത്? അവരെ കത്തിച്ചിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റും. അവരെ ഫസ്റ്റ് വിടണം. അവിടെ നമ്മൾ ബുദ്ധിപരമായി കരുക്കാൻ നിൽക്കണം. അതിന് അവരങ്ങ് പോട്ടെ എടുത്തിട്ട് പോകും. അവർ പോയിട്ട് നമുക്ക് കത്തിക്കും. അവരുടെ പണം സെറ്റാക്കി റോഡ് തടസ്സപ്പെടുത്തില്ല. അവരത് പറഞ്ഞാൽ മതി, സംസാരിച്ചാൽ മതി കേട്ടോ. ബസ്സെടുത്ത് സംസാരിച്ചാൽ മതി. സാറേ പ്ലീസ് ഇപ്പം ബുക്ക് ചെയ്തേ സാറേ എന്നൊക്കെ പറഞ്ഞാൽ മതി. എന്തോ ഉണ്ടായിരിക്കുന്നു ആട്ടെ? എന്തോ പരിപാടി? ബ്ലോഗ് മൊത്തം മ്യൂട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ബീപ്പിടേണ്ടി വരും. മൊത്തം അശ്ലീല സംഭാഷണങ്ങളാ. ചെറിയ ചുരുളി പോലെ സെൻസർ ചെയ്ത് ഇറക്കേണ്ടി വരുന്നോ തോന്നുന്നു. അതാ ഇത് മൊത്തം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെ തേടി ബീപ്പ് എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഞാൻ ഇത് ബീപ്പ് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെയാ. നല്ലൊരു തീരുമാനമായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. ചൂട് ഇറങ്ങി വാടാ. താഴെ അറിയിക്കാൻ പറയാം. ഇറക്കടിക്കും. താഴെ ഇറങ്ങിക്ക്. വിദ്യാഭ്യാസ മന്ത്രി വിഷയമാക്കുക. പോക്കറ്റിലടാ എൻ്റെ ഫോണിൽ. ഇവനെ വലിയ പോക്കറ്റാ. കൊണ്ടുപോകാനാ നമുക്ക്. എല്ലാം പറഞ്ഞു. ഗ്രൗണ്ടിൽ പോകുന്ന
നമ്മുടെ ബിൽഡിംഗിനകത്ത് ചെയ്ത് കൊട്ടിക്കുക. സ്മോക്ക് 4 സ്കൂളിനകത്ത് അത്രേ ഉള്ളൂ. ഒരെണ്ണം വെളിയിൽ ഗ്രൗണ്ടിൽ വെച്ച് കത്തിക്കാം. ഗ്രൗണ്ടല്ലേ ഒരെണ്ണം പോകുമ്പോൾ സ്കൂളിൽ എത്താറാണ് കത്തിക്കണം. സ്കൂളിൽ എത്താറാണ് മറ്റേ സ്റ്റേറ്റ് വിട്ട് കയറിയപ്പോൾ അവിടെ നിർത്തുമല്ലേ തിരിച്ചറിയാം സ്കൂളിൽ കയറി എന്നിട്ട് വീണ്ടും ലാസ്റ്റ് സ്കൂളിൽ തന്നെ ഇരുന്നു. പക്ഷെ ആദ്യം വട്ടം കയറി ഇറങ്ങുന്നെന്തിനാ അങ്ങനെ പറഞ്ഞായിരിക്കും. എടാ ആദ്യമേ നമ്മൾ അവിടെ ഇങ്ങോട്ട് വരാനാ ഷാജി ഇറങ്ങിയില്ലേ? അവിടെ ഇങ്ങോട്ട് തന്നെ പിന്നെ തിരിച്ചു പോകാനല്ലേ ഇറങ്ങി? അതാണ്ട് ഇവിടുന്ന് നേരെ പോവാം. ഇവിടെ നിന്ന് പോയാൽ പോരെ? തിരിച്ചൊന്നും നേരെ നേരെ പോയാൽ അതല്ല അതിൻ്റെ ഇടയ്ക്ക് ലാഗ് നിർത്തമൊക്കെ വല്ലതും ഉണ്ടാവും. ഇല്ലില്ല അത് നേരെ നിർത്തണം വേണം. അത് ഇതാണ് ഓലെ ഓലെ ഇതിൻ്റെ ഇടയ്ക്ക് വല്ല നിർത്തിയിട്ട് മറ്റേ 15 മിനിറ്റ് ശേഷം അങ്ങനൊന്നുമില്ല. നമുക്ക് നോക്കണം പരിപാടി. നമുക്ക് നോക്കണം. ഫോട്ടോ എടുക്കാൻ പോകും. വേറെ അവിടെ ഇട്ട് ഒട്ടണം. ഇതിനകത്ത് ഫോട്ടോ അടിക്കാൻ അറിയുന്ന പൈസ കൊടുത്തേ മാക്സിമം പൈസ കൊടുത്തേ. ഇത് പെമ്പിള്ളാരുടെ നിങ്ങൾ ക്ലാസ്സിലെ സയൻസിലെ ആക്രമണം ഫുള്ള്. അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് പ്രതീക്ഷകൾ വല്ലതും ഉണ്ടോ? പ്രതീക്ഷകൾ ഇവൻ കിടിലാണ്. നീ നിഷ്കളങ്കാതെ ഇഷ്ടപ്പെട്ടു. എല്ലാരും പിടിച്ച് കയറ്റണം. ആ അത്രേ ഉള്ളൂ. പയ്യന്മാരെല്ലാം കയറ്റിയോ?